അയാൾ കഞ്ചാവ് വലിച്ച് മുന്നോട്ട് പോയി. 6 മാസം 7 മാസം കഴിഞ്ഞപ്പോൾ ഈ കഞ്ചാവ് കൊണ്ട് തന്നെ ടെൻഷൻ അടങ്ങുന്നില്ല എന്ന് ഇയാൾ മനസ്സിലാക്കി. കഞ്ചാവ് ബീഡി കൊണ്ടൊന്നും തന്നെ ടെൻഷൻ അടങ്ങുന്നില്ല. ടെൻഷൻ കൂടി വരികയാണ്. കാരണം വീട്ടിൽ കടം കൂടുകയാണ്, മക്കൾ വലുതാവുകയാണ്, വിദ്യാഭ്യാസം കൂടുകയാണ്. നോക്കൂ നിങ്ങൾ, അയാൾക്ക് മനസ്സിലായി എൻ്റെ ടെൻഷൻ നിൽക്കുന്നില്ല. ഈ കഞ്ചാവ് കൊടുക്കുന്ന സുഹൃത്തിനോട് ഈ മനുഷ്യൻ പറഞ്ഞു, എടാ ഇതിലും സ്ട്രോങ് ഉള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ? അങ്ങനെ ഞാൻ ചുരുക്കി പറയാം, ആ മനുഷ്യൻ എത്തിയത് രാസലഹരിയിലാണ്. MDM എന്ന് പറയുന്ന MDMA എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലത്തെ ഒരു സാധനമാണ് MDM എന്ന് പറയുന്ന ഒരു രാസലഹരിയാണ് ഈ ചെക്കൻ ഈ മനുഷ്യന് കൊടുത്തത്. അത് ഉപയോഗിച്ചപ്പോൾ ഇയാൾക്ക് നല്ല സുഖം, വല്ലാത്തൊരു അനുഭൂതി, എല്ലാ പ്രശ്നങ്ങളും മറക്കാണ്. ബോധം പോയാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അയാൾ അത് ഉപയോഗിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ മനുഷ്യൻ ഇപ്പോൾ 38 വയസ്സ് പ്രായമാണ്. ഞാൻ ഈ പറയുന്ന മനുഷ്യന് 38 വയസ്സ് പ്രായമാണ്. ആ മനുഷ്യൻ്റെ 25-ാമത്തെ വയസ്സിൽ അയാൾക്ക് മൂത്ത മകളുണ്ടായി. 25-ാമത്തെ വയസ്സിൽ അയാൾക്കുണ്ടായ മൂത്ത മകൾ, ആ മകൾക്ക് 10 വയസ്സാണ് പ്രായം. അയാൾക്ക് 35 വയസ്സായപ്പോൾ ഇയാളിപ്പോൾ ഉള്ളത് എവിടെയെന്നറിയോ നിങ്ങൾ? അയാളുള്ളത് ഡി അഡിക്ഷൻ സെൻ്ററിലല്ല. അയാൾ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്. ആ മനുഷ്യനുള്ളത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇപ്പോൾ ആ മനുഷ്യനുണ്ട്. അവിടെ പോയാൽ നിങ്ങൾക്ക് ഈ മനുഷ്യനെ കാണാം. പൊട്ടിക്കരയും അയാൾ. കാരണം അയാൾക്ക് നഷ്ടപ്പെട്ടത് ജീവിതമാണ്. എന്തിനാ അയാൾ ജയിലിൽ കിടന്നതെന്നറിയോ നിങ്ങൾ? ഈ MDMA അടിച്ച് ബോധം പോയിട്ട് അയാൾ വീട്ടിൽ ചെല്ലാണ്. വീട്ടിൽ ചെന്ന് ഭാര്യൻ്റെ കൂടെ കിടന്നപ്പോൾ ഭാര്യ തിരിഞ്ഞു കിടന്നു. ഇമ്മാതിരിത്തെ സാധനം വലിച്ചു വാരി തിന്നു വന്നാൽ ഞാൻ നിങ്ങളെ മൈൻഡാക്കില്ല എന്ന് അവൾ ആദ്യമേ പറഞ്ഞതാ. ഭാര്യ തിരിഞ്ഞു കിടന്നുറങ്ങിപ്പോയി. ഇയാൾക്ക് ഉറക്കം വരില്ല. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഉറക്കം വരാതെ ഇയാളിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കണം. ഭാര്യ ഉറങ്ങിപ്പോയി. അയാൾ എഴുന്നേറ്റു. അയാളെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ. അയാൾ നേരെ പോയത് തൻ്റെ പ്രിയപ്പെട്ട 10 വയസ്സുകാരി പെൺകുട്ടി കിടന്നുറങ്ങുന്ന റൂമിലേക്കാണ്. ആ പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ആ പെൺകുട്ടി ഉറക്കെ കരഞ്ഞപ്പോഴാണ് ഉമ്മ എഴുന്നേറ്റത്. ഉമ്മ എഴുന്നേറ്റ് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച തുണിയില്ലാതെ നിൽക്കുന്ന ഈ മനുഷ്യനെയാണ്. ഉമ്മയും കരയാൻ തുടങ്ങിയപ്പോൾ നാട്ടുകാർ ഓടിക്കൂടി കയ്യും കാലും പിടിച്ചു കെട്ടി ഒരു പുതപ്പ് കൊണ്ട് വരിഞ്ഞു ചുറ്റി പോലീസുകാർ ഇയാളെ കൊണ്ടുപോവാണ്. ആ പോക്സോ കേസിൽ 20 വർഷം ജയിൽ ശിക്ഷ വിധിച്ച് ആ മനുഷ്യൻ ജയിലിലാണ്.